അപ്പം നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിപ്പിക്കേണ്ട ചാപ്റ്റർ ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫിൽറ്ററിംഗ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്നുള്ളതാണ്. ഇമേജ് എൻഹാൻസ്മെന്റ്. അപ്പൊ നമ്മൾ എന്താണ് ഇമേജ് എങ്ങനെയാണ് ഫിൽറ്ററിങ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നത്. അപ്പം അതിന്റെ അടുത്ത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫിൽറ്ററിംഗ് ഇൻ frequency domain. In their previous unit of the course, we have considered an image in a spatial domain, which is the form in which a camera captures it. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു ഏതെങ്കിലും ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമേജ് എന്ന് പറഞ്ഞായിരുന്നു. വാട്ട് ഈസ് ആൻ ഇമേജ്? ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്ന എന്തൊരു സാധനത്തിന് നമ്മളാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമേജ് ഇൻ ദ സ്പാഷ്യൽ ഡൊമൈൻ വിച്ച് ഇൻ ദ ഫോം ഇൻ വിച്ച് എ ക്യാമറ ക്യാപ്ചർ ഇറ്റ്. In this unit, we shall view the image as signal and apply the well-known filtering techniques used in a signal processing. The only difference here will be that the image would be considered as a 2D signal. ഇവിടുത്തെ കേസിൽ ആകെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമേജിനെ കൺസിഡർ ചെയ്യുന്നത് 2D സിഗ്നൽ ആയിട്ട്. അതായത് ഒന്നെങ്കിൽ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കാണും. We shall see that the view of image result in a number of benefits over the spatial domain treated. In this unit, we will discuss various enhancement techniques. അപ്പം ഇവിടുത്തെ ഇന്നത്തെ ഇതിനകത്ത് കേസ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. വേരിയസ് ടൈപ്പുള്ള എൻഹാൻസ്മെന്റ് ടെക്നിക്സ്. എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരൂടെ ഇമേജിനെ നല്ല ക്ലാരിറ്റി ആക്കുന്ന അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ enhancement techniques ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. Will these basic issues associated with the frequency domain filtering, we also discuss various low pass and high pass filter in a frequency domain with their application and advantages in image enhancement. അപ്പം ഇമേജ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള by discussing the enhancement techniques in a frequency domain, we have looked at the image improvement without bothering about the source. അതായത് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇമേജിനെ ഇംപ്രൂവ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ആ ഇമേജ് എന്തെങ്കിലും എറേഴ്സ്, അതായത് നോയ്സ് ആയിട്ടുള്ള എറേഴ്സ് വരാം, എന്തെങ്കിലും പാട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ വരാം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തിനെ നമ്മൾ എടുത്ത് മാറ്റി അതിനെ നല്ലൊരു ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഇതിനാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്നുള്ള ടെക്നിക്സ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. An image improvement without bothering about the source, which caused a deviation in the quality of the image. If the source is known, it is possible to improve the quality of the image in a better way. This is required to discuss the concept of image restoration and degradation. Image restoration in the process. The image restoration is a pre-processing method that suppresses a known degradations. Either pre-processing method ഒരു ഇതിനെ നമ്മൾ ചെയ്യുന്ന ഇമേജ് റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമേജിനെ ഒരു ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതിനാണ് നമ്മൾ അതിനെ റീസ്റ്റോർ ചെയ്തുമാണ് ചെയ്യുന്നത്. കാരണം എന്താണെങ്കിലും അതിന്റെ ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മോഡിഫിക്കേഷൻ വരാൻ പറ്റുള്ളൂ. Image acquisition device includes a degradation because of defect in optical lenses, non-linearity of sensors, relative object camera motion, blur. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഷെയ്ക്ക് ആവുമോ, എന്തെങ്കിലും ലെൻസിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഭയങ്കര ലൈറ്റിനിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പല പല ഇമേജ് നല്ല ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ആകുന്നത്. അപ്പൊ റീസ്റ്റോറേഷൻ ട്രൈസ് ടു റീകൺസ്ട്രക്ട് ആൻ ഇമേജ് ഫങ്ഷൻസ്. അപ്പൊ ഈ റീസ്റ്റോറേഷൻ അതുകൊണ്ട് റീകൺസ്ട്രക്ട് ചെയ്യും, ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്തതിനു ശേഷം അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഇതിലേക്ക് ാണ് ചെയ്യുന്നത്. Image restoration is aimed to improve image quality, but it more objective process where enhancement is a process. ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇമേജ് എൻഹാൻസ്മെന്റ് എന്നാണെന്ന് പറഞ്ഞു. ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി
അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പല പല എറേഴ്സിനെ നമുക്ക് എടുത്ത് മാറ്റി കളയുന്നതാണ്. നോയിസ് ഈസ് വിഷ്വലി അൺപ്ലസന്റ്. It's a bad for compression and a bad for analysis. Restoration involves modeling of these degradation and applying inverse to recover the original image. Restoration എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് മെയിൻ അതിന്റെ അതെന്ന് വെച്ചാൽ ഇതിനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ so we learned that the image restoration is the process of retrieving an original image from a degraded image. അതായത് റീസ്റ്റോറേഷന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി അതിന്റെ ഒറിജിനൽ ഇമേജിനെ ചെയ്യുന്നത്. This is to obtain an image as close to the original image as possible. This is possible by removing or minimizing degradation. In case of extreme noise, blurers, and often called inverse problem. An inverse problem aims to find the cause and extent of degradation. Above and we will also learn that the image restoration involves modeling and applying inverse process. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഇമേജ് എൻഹാൻസ്മെന്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയേണ്ടതിനനുസരിച്ച് ഹലോ കേൾക്കുന്നുണ്ടോ? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നല്ല ഇടിവെട്ടി മഴയാണ്. അപ്പൊ അതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് കട്ടായി പോയാലും ഞാൻ തിരിച്ചു കയറും. അപ്പം എല്ലാരും ഒന്ന് സഹകരിക്കുക കേട്ടോ. ഓക്കെ. ഈ ബേസിക്സ് ഓഫ് ഫിൽറ്ററിംഗ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈന് ഷിഫ്റ്റിംഗ് ദ സെന്റർ ഓഫ് ദ സ്പെക്ട്രം നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്ന. അപ്പം ഇതിനകത്തുള്ള നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ക്ലാസ്സിലുള്ളവരെല്ലാരും ഇതുവരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ആരും തന്നെ പഴയ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ഈ ക്ലാസ്സിലിരിക്കുന്ന എനിക്ക് തോന്നുന്ന ആരും ഒരാൾ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ കണ്ട ഒറ്റ മുഖം പോലും ഇന്നില്ല. ചേച്ചാ അങ്ങനെ വരുമ്പോ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒന്നാമത്തെ കാര്യം സമയമില്ല. കാരണം ഇനി ഒരു 5 ദിവസത്തോടെ, ഇനി 4 ദിവസത്തോടെ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇച്ചിരി നല്ല ടഫുള്ളൊരു സംഭവമാണ്. പിന്നെ ആദ്യത്തെ ഒരു 1, 2, 3, 4 ചാപ്റ്റർ കേൾക്കാതെ ഇത് പെട്ടെന്ന് കേൾക്കുമ്പം എന്താ കുന്തോന്നുള്ള രീതിയിലേക്ക് ഒന്ന് പോകും. അപ്പം ശരിക്കും ഒന്ന് വായിച്ചു നോക്കി, വായിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇതിൻ്റെ അകത്തിരിക്കുന്നവര്? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇതുവരെയുള്ളത് എന്താണെന്നൊന്ന് വായിച്ചാലും നോക്കിയായിരുന്നോ?
ആരും മിണ്ടിയല്ലേ? മുഹമ്മദ് ഒക്കെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് വന്നേ ഇല്ല. ഇന്നാണ് ആദ്യമായിട്ട് കയറി വരുന്നത് അല്ലേ മുഹമ്മദേ? മുഹമ്മദ് പഴയ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ നോക്കുക, നമുക്ക് നോക്കാം. അപ്പം ബേസിക്സ് ഓഫ് ഫിൽറ്ററിംഗ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ, ഷിഫ്റ്റിംഗ് ദ സെന്റർ ഓഫ് ദ സ്പെക്ട്രം. ഇനി ഇതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന കുറച്ച് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡെറിവേഷൻ എല്ലാം നിങ്ങൾ തന്നെ നോക്കണം, കാരണം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരുന്ന അതേ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കും. നമ്മൾ മാത്സിൽ ഇക്വേഷൻസ് പഠിക്കുന്ന പോലെ തന്നെ ഇതിന്റെയും കുറെ ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ നമ്മുടെ എക്സാമിന് അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇതുവരെയുള്ള 4 ചാപ്റ്ററിൽ നിന്നുള്ള പഠിപ്പിച്ചിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു 5 ചാപ്റ്റർ, ടോട്ടൽ 5 ചാപ്റ്ററിൽ ഞാൻ അടുത്ത ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാത്ത, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത എല്ലാവർക്കും ആയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ മൊത്തം ഒന്ന് പറഞ്ഞുതരാം. ആ 5 ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, പക്ഷെ എനിക്ക് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഫാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. Start, we understood that any signal can be expressed as the summation of sines and or cosines multiplied by a weighting function. This is called out by applying Fourier transform on the on the image. നമ്മൾ ഇന്നലെ പറഞ്ഞ 4 തരത്തിലുള്ള 3 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, വേവ് ലെന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിനകത്ത് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ 1D സിഗ്നൽ ദ ഫൊറിയർ ട്രാൻസ്ഫോർമർ ടേക്ക് ദ ഫോം. അതായത് 1 ഡയറക്ഷണൽ സിഗ്നൽ ആ രീതിയിലുള്ള ഇതിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെറിവേഷൻ പറയുന്നത് ദ വേരിയസ് ബെനിഫിറ്റ്സ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ആർ ദ ഫോളോയിങ്. അതിനകത്ത് വേരിയസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു ഡിസൈൻ എ ഫിൽറ്റർ ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ ആസ് ഫിൽറ്ററിംഗ് ഈസ് മോർ ഇനിറ്റീവ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ. ഡിസൈനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫിൽറ്റർ ഈസ് ഈസിയർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെയായിരിക്കും ഇതിനെ ഡിസൈൻ ചെയ്യുന്ന ഫ്രീക്വൻസി ഡൊമൈൻ വെച്ചിട്ടായിരിക്കും കൺവീനിയന്റ് ടു ഡിസൈൻ എ ഫിൽറ്റർ. ആ ഫിൽറ്റർ ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ വെച്ചിരിക്കും. ആ ഫിൽറ്ററിംഗ് ഈസ് മോർ ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ. ഡിസൈനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫിൽറ്റർ ഈസ് ഈസിയർ. ഇംപ്ലിമേഷൻ വെരി എഫിഷ്യന്റ് വിത്ത് ഫാസ്റ്റ് DFT ബൈ FFT. അത് ഇന്നലെ പറഞ്ഞതിന്റെ ഇതിന്റെ കൺക്ലൂഷൻ ആണ് വരയ്ക്കുന്നത്. Convolution in spatial domain reduce the multiplication in frequency domain, which is much simple process എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The image in a spatial domain is not continuous, but the consist of discrete values. The discrete version of a Fourier transform എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇക്വേഷൻ നമ്മൾ മോളിൽ പഠിച്ച ആ ഇക്വേഷന്റെ തന്നെ അതിന്റെ ഒരു ഡെറിവേഷൻ, സം ഓഫ് ഇതിന്റെ ഈ ഒരു ഡെറിവേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മളിത് പറഞ്ഞു 1D സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓൾസോ സിൻസ് ദ ഇമേജ് is a 2-dimensional signal, we need a 2D Fourier transformer. മറ്റേതാണെങ്കിൽ 1D Fourier transformation ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും 2D സിഗ്നൽ വന്നപ്പം 2D Fourier transformation ആണ് വരുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻസ് ഡാമേജ് ഇത് ടേക്ക് ദ ഫോം, അതിന്റെ ഒരു ഇക്വേഷൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്കറിയാം ഒരു ഇമേജിനെ നമ്മൾ എന്തായിരിക്കും നമ്മൾ എന്തായിരിക്കും ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്, നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാ ഈ ഡിജിറ്റൽ ഇമേജസ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പം സയന്റിസ്റ്റുകള് മെഡിക്കൽ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമേജിനെ ഒരു കമ്പ്യൂട്ടറൈസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ നമുക്കിപ്പോ എങ്ങനെയായിരിക്കും ഒരു കമ്പ്യൂട്ടറിന്റെ അകത്ത് ബ്രെയിനിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ട്യൂമറോ അങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് അങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്. അവിടെ ആ ബ്രെയിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും അതിന്റെ അകത്ത് സ്റ്റോർഡ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇമേജിനകത്ത് എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തിങ്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇമേജും ആയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതാണ് നമ്മൾ അതിനെ ഓരോ സിഗ്നൽ ആയിട്ടും അതിനെ ഒരു ഫ്രീക്വൻസി ഡേയ്സിലേക്ക്, കാരണം നമ്മളിപ്പോ എന്തായിരിക്കും ഒരു ഇമേജ് എടുക്കുമ്പോൾ ആ ഇമേജിലേക്ക് ഒന്നെങ്കിൽ ഒരു ലൈറ്റ് റേസ് പാസ് ചെയ്ത് അതിന്റെ ആയിരിക്കും. അപ്പൊ അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഓരോന്നുമായിട്ട്. അപ്പം ഇവിടെ ഈ രീതിയിലാണ് ഇതിന്റെ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ മതി, ഒരു ഇമേജ് ഉണ്ടെങ്കിൽ
ഇവിടുത്തെ ഒരു പിക്ചർ നോക്കിയേ, ചേഞ്ച് ഓഫ് സെന്റർ ഇൻ ദ സ്പെക്ട്രം ഓഫ് ആൻ ഇമേജ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഒരു ഇമേജ് ഒരു എക്സും വൈയും ഡയറക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ആരോ വെച്ച് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. യു വിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഷിഫ്റ്റ് ചെയ്ത് അതിന്റെ അടുത്ത ഇതിലേക്ക് കൊണ്ടുവരണം. ചേഞ്ച് ഓഫ് സെന്റർ ഇൻ ദ സ്പെക്ട്രം ഓഫ് ആൻ ഇമേജ്, ഒരു സെന്ററിലേക്ക് എങ്ങനെയായിരിക്കും അതിനെ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ താഴെ നോക്കിയാൽ ചേഞ്ച് ഓഫ് സെന്റർ ഓഫ് ദ സ്പെക്ട്രം ഓഫ് ആൻ ഇമേജ്. അപ്പം ഒരു ചെറിയൊരു ഇതിനെ നമ്മൾ അതിന്റെ സെന്ററിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു, ഒരു പലയിടത്ത് കിടക്കുന്ന സംഭവത്തിനെ നമ്മൾ എങ്ങനെ അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ സ്ഥലത്തും അതിന്റെ ലോ എവിടെയാണ്, ഹൈ എവിടെയാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലോ ആയിട്ട് എഫ് ഓഫ് യു വി ഈക്വൽ ടു ലോ എന്തായിരിക്കും, ഇതായിരിക്കും. അപ്പൊ അതിനെ ഒരു ആരാണ് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ അതിന്റെ ഒരു സെന്ററിലേക്ക് അതിന്റെ വാല്യൂസ് കൊണ്ടുവരുന്ന. ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഒബ്സർവ്ഡ്. ഈച്ച് ടേം ഓഫ് വി ഓഫ് K1 contains all the values of u of mn modified by the values of exponential tensor. Frequency is directly related to the rate of change of gray level values. DC values of the average gray level values in the image is lowest varying components corresponding to u equal to 0, v equal to 0. It is also the largest component in the frequency domain. Smooth variation of gray level corresponding to a low frequency components. Slow varying components can be background of an edge, hair of a person, skin or a tester, etc. Faster gray level changes correspond to a high frequency components. This can be edges, boundary of the edges of the noise present in the image. As we move away from origin, higher frequencies are encountered. അപ്പൊ നമ്മൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഈ ഫൊറിയർ ട്രാൻസ്ഫോർമേഷനകത്ത് ഉപയോഗിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലായിരിക്കും അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫ്രീക്വൻസി വേരിയേഷൻ ഓഫ് ആൻ ഇമേജ് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു വേരിയേഷൻസ് വരുന്നത്. ഇതായിരിക്കുന്നത് നോട്ട് ദാറ്റ് ദ റൊട്ടേഷൻ ഓഫ് ആൻ ഇമേജ് ഇൻ എ സ്പാഷ്യൽ ഡൊമൈൻ കോസ് എക്സാക്ട്ലി സെയിം റൊട്ടേഷൻ ഫ്രീക്വൻസി. അപ്പൊ ആ ഓരോന്നിന്റെ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും. ആരോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഫ്രീക്വൻസീസ് എവിടെ വരുമ്പോഴാണ് ഹയസ്റ്റ്. ആ ഒരു കളർ ചേഞ്ച് അനുസരിച്ചാണ് ഇവിടെ അതിന്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും ലോ ഫ്രീക്വൻസി ആയിരിക്കും. ഇത് അതിന്റെ അതിലേക്ക് എൻഡിലേക്ക് എത്തുമ്പോഴത്തേന് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അവിടുന്ന് ലൈറ്റ് റേസ് പോകുമ്പോൾ അതിന്റെ ലൈറ്റ് റേസിന്റെ ലോ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷെ ഏതായിരിക്കും ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ഹൈ ഫ്രീക്വൻസി ലെവൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫിൽറ്ററിംഗ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് ഇമേജ് ഓരോത്തിനെ പ്ലാസ് ചെയ്യും. അതിനെ ആ ഓരോ സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയായിരിക്കും ജനറലി ദ ഫിൽറ്റേഴ്സ് ആർ സെന്റേർഡ് ആസ് എ സിമ്മട്രിക് അബൌട്ട് ദ സെന്റർ. ഒരു ഇമേജ് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഇമേജിനെ നമ്മൾ അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഓരോരോ സ്റ്റെപ്പുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻപുട്ട് ഇമേജ് ഓൾസോ ബി സെന്റേർഡ് ഫോളോയിങ് steps are followed to carried out filtering in a frequency domain. നമ്മൾ പറഞ്ഞു ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നുമല്ല, ഒരു പിക്ചറിനെ ഇംപ്രൂവ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ലോ ഫ്രീക്വൻസീസ് ഉള്ളതിനെ നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്ത് അതിന്റെ ഒരു ഫ്രീക്വൻസീസിനെ അപ്ലൈ ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ അത് ചെയ്യണം. അതിനുള്ള ഓരോ സ്റ്റെപ്പാണ് ഇവിടെ. ആദ്യത്തെ കേസിൽ പറയുന്നത് മൾട്ടിപ്ലൈ ഇൻപുട്ട് ഇമേജ് എഫ് ഓഫ് എക്സ് വൈ ബൈ -1 റേസ്ഡ് എസ് പ്ലസ് വൈ to move the origin of the transformed image to. അതിന്റെ യുവും വിയും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കമ്പ്യൂട്ട് എഫ് ഓഫ് യു വി ഫോറിയർ ട്രാൻസ്ഫോം ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റെപ്പ് 1. അടുത്ത സ്റ്റെപ്പിന് മൾട്ടിപ്ലൈ ഫിൽറ്റർ ഫംഗ്ഷൻ എച്ച് ഓഫ് യു വി ടു എഫ് ഓഫ് യു വി ടു ഗെറ്റ് ജി ഓഫ് യു വി. അപ്പൊ ഇതിനകത്ത് ആ ഒരു ഇക്വേഷൻസ് അനുസരിച്ച് നമ്മൾ ഓരോന്നിനെയും എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ അതിന്റെ ഓരോ സ്റ്റെപ്പും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ അങ്ങനെ ഇന്നുവരെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ചോദിക്കുന്നതാണ് വാട്ട് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ്. അപ്പൊ ഈ 3 സംഭവം എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ആർ കാറ്റഗറൈസ്ഡ്. ഇത് വാട്ട് ഈസ് ഫിൽറ്റേഴ്സ്, വാട്ട് ഈസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ആണ് എന്തായിരിക്കും, സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്, മോർഫിക് ഫിൽറ്റേഴ്സ്. ഇത് 3ഉം ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് പറഞ്ഞാണ്. ആരെങ്കിലും ഇതിനെ കുറിച്ച് ഉണ്ടോ ഇതിനകത്ത്?
ഉള്ളവരാരെങ്കിലും ഉണ്ടോ? സ്മൂത്തിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്, ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ്. ഇതിനകത്ത് സ്മൂത്തനിങ്ങും ഷാർപ്പിങ്ങും 5th ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ലോ പാസ് ഫിൽറ്റേഴ്സ് ആൻഡ് യൂസ്ഡ് ഫോർ എ നോയിസ് റിഡക്ഷൻ. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇന്നലത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഒരാൾ ക്ലാസ്സിൽ ഇരിപ്പുണ്ടോ? നോക്കട്ടെ, ആരും പറയുന്നില്ലേ? പറയാവോ? Smoothing filters are a low pass filters and used for a noise reduction. സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റേഴ്സ് ആണ്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നോയിസ് റിഡക്ഷനിലേക്ക്. ഇറ്റ് ബ്ലർസ് ഒബ്ജക്ട്. ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് ആർ ഹൈ പാസ് ഫിൽറ്റേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഷാർപ്പ് ഇമേജ് വിത്ത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞാൻ ഇന്നലത്തെ ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചു തരാം എന്തായിരിക്കും സ്മൂത്തിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ആരും തന്നെ അതിനെക്കുറിച്ച് ഒന്നും ഒരു ഇതിലില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം കാരണം ഇവിടെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് കണ്ടോ ബിറ്റ് ലെവൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ്, പിന്നെ MSB, LSB ഒക്കെ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും വരച്ച് നമ്മൾ പറഞ്ഞു തന്നതാണ്. ഇതുണ്ടോ ഇമേജ് സ്മൂത്തനിങ്, ഇമേജ് ഷാർപ്പനിങ്. ഇതുണ്ടോ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇമേജ് സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി, സ്മൂത്തനിങ് ആൻഡ് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്. കാരണം എന്താണ് സ്മൂത്തനിങ് ഷാർപ്പനിങ് എന്ന് പറയാതെ ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. അതായത് ഒരു കണ്ടോ ഈ ഒരു ഇതൊരു ഇമേജ് ആണ്. ഈ ഇമേജിന് സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് ഉണ്ടെന്ന ലോ പാസ് ഫിൽറ്റേഴ്സ് ലീഡ് ടു സോഫ്റ്റൻഡ് അഡ്ജസ്റ്റ് നോയിസ് റിമൂവല്. അപ്പം ഇവിടെ ഇതിനകത്ത് നിങ്ങൾ സ്ക്വയർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ നോയിസ് ആയിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ, ഇവിടെ ഒരു നോയിസ് കിടപ്പുണ്ട്, ഇവിടെ ഒരു നോയിസ് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളും ബാക്കിയുള്ള സോഫ്റ്റൻഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഈ ഒരു സംഭവത്തിനെ നമ്മൾ എന്നാ ചെയ്യുന്നു? ലോ പാസ് ഫിൽറ്റേഴ്സ് വെച്ച് നമ്മൾ ഇതിന്റെ അകത്ത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഷാർപ്പനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇതിന്റെ എഡ്ജസിനെ എല്ലാം കൂടെ നമ്മൾ സോഫ്റ്റൻ ചെയ്യുന്നു. ഈ ഷാർപ്പനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ കണ്ടോ അതിന്റെ എഡ്ജസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് അതിന്റെ എഡ്ജസ് ഏതൊക്കെയാണോ ആ എഡ്ജസിനെ മാർക്ക് ചെയ്തെടുക്കുന്നതിനാണ് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ലോ പാസ് ഫിൽറ്റേഴ്സ് വെച്ചിട്ട്, ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെച്ചിട്ട് ലിസ്റ്റ് അതിന്റെ എഡ്ജസിനെ സോഫ്റ്റൻ ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ഇതൊക്കെ ഓരോ നോയിസ് ആണ്. ആ നോയിസിനെയൊക്കെ എല്ലായിടത്ത് റിമൂവ് ചെയ്ത് കളയുവാണ് ഏതിന്റെ അകത്ത് ചെയ്യുന്നത്? സ്മൂത്തനിങ് ഫിൽറ്റർ എന്നുള്ള സംഭവത്തിനകത്ത് ചെയ്യുന്നത്. ഇനി ഷാർപ്പനിങ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഹലോ മിസ്റ്റർ ഷെയറിന് സ്ക്രീൻ വേറെയാണെന്ന് തോന്നുന്നുണ്ട്. സ്ക്രീൻ വേറെയാണോ? യൂണിറ്റ് 5 മറ്റേ ഇൻഡെക്സ് പേജ് ഇല്ലേ, അതാ കാണിക്കണേ. അതാണോ കാണിക്കുന്നത്? സോറി കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ,
ഇപ്പൊ കളർ ക്ലിയർ ആയോ? ആ ഓക്കെ. ഒരാളിലും പറഞ്ഞു ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു, ഞാൻ ആകെ സ്ക്രീനിലോട്ട് മാത്രമേ നോക്കിയുള്ളൂ, അപ്പുറം നോക്കിയില്ല കേട്ടോ, സോറി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. കണ്ടോ? ഇത് ശരിക്കും പറയണേ എനിക്ക് ബാക്കിലേക്ക് വന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ സ്മൂത്തനിങ് ഷാർപ്പനിങ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഒരു പിക്ചർ. ഈ പിക്ചറിന്റെ അകത്ത് നോക്കിക്കേ, ഇവിടെ 2 നോയിസ് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ സോഫ്റ്റൻ ചെയ്തെടുക്കുകയാണ്, സ്മൂത്ത് ചെയ്തെടുക്കുക. സ്മൂത്തിങ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിനെ ഒരു സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഫിൽറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പുറകിലുള്ള സംഭവത്തിനൊക്കെ ഒന്ന് കളഞ്ഞ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന അപ്ലൈ ചെയ്തിട്ട് ലിഡ്സ് സോഫ്റ്റൻഡ് എഡ്ജസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ? പിക്ചർ കണ്ടോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നത് ഷാർപ്പനിങ് എന്ന് പറയുമ്പോഴത്തേന് ഹൈ പാസ് ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ഫ്ലവറിന്റെ എഡ്ജസ് അത് മാത്രം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ എക്സ്റേ എടുക്കുകയാണെങ്കിൽ എക്സ്റേക്കകത്ത് മെയിൻ ആയിട്ട് എന്താണോ സംഭവം, ഇപ്പൊ ഒരു കൈയുടെ എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് ആ എല്ലുകളുടെ ആ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, നമുക്ക് ബാക്കിയുള്ള സംഭവം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എഡ്ജസ് മാത്രം സെലക്ട് ചെയ്ത് എടുക്കുന്ന അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ഐഡിയ കിട്ടിയോ? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ അത് നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് ക്ലാസ്സിൽ ഒന്ന് പുറകോട്ടുള്ള ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. ആദ്യത്തെ 5 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 5 ചാപ്റ്റർ നിങ്ങളെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ ഒന്ന് ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കുറച്ച് മെട്രിക്സും കുറെ കാൽക്കുലേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അത്രയും കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് നല്ല എന്നാ പറയുന്നത് ഭയങ്കര സ്ലോയില് അതുപോലെ എടുത്ത ക്ലാസ്സുകളാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് തന്നെ നോക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 3 രീതിയിൽ. ഒന്ന് സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്, ഇത് ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ്. സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് അവിടെ നമ്മൾ പറഞ്ഞു, സ്മൂത്തനിങ് ഫിൽറ്റേഴ്സിനകത്താണെങ്കിൽ ലോ പാസ് ഫിൽറ്റേഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മറ്റേതിന്റെ അകത്ത് ഹൈ പാസ് ഫിൽറ്റേഴ്സ് ആയിരിക്കും. Low pass filters and are used for a noise reduction. It blurs objects. അപ്പൊ ആ ഒരു ഇമേജസിന് ഒരു ബ്ലർ പോലെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് ആർ ഹൈ പാസ് ഫിൽറ്റേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഷാർപ്പ് ഇമേജസ് വിത്ത് എ dark background. The applicant and high boost filters can be used to produce sharp images. Homomorphic filters are based on the illumination and reflection model and create a balance between smoothing and sharpening filters effect. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നതിനാണ് എന്ത് പറയുന്നത്, ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ്, അപ്പൊ നിങ്ങൾ ആ ഫിൽറ്റേഴ്സും ഞാൻ ആദ്യം പറഞ്ഞ ഷാർപ്പനിങ് സ്മൂത്തനിങ് എന്നുള്ള സംഭവങ്ങൾ ഞാൻ മുമ്പേ കാണിച്ചു. ആ കാണിച്ച സംഭവങ്ങൾ നിങ്ങൾ പിക്ചർ വെച്ച് തന്നെ വരച്ച് ഡയഗ്രാമത്തിന്റെ സപ്പോർട്ടോടുകൂടി വേണം നിങ്ങൾ അത് എഴുതാനും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ പോലും മറ്റേ ആ പിക്ചറിന്റെ ഹെൽപ്പോടുകൂടി വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിട്ട് സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്, ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ്. അപ്പം ആ സ്മൂത്തിങ് ഫിൽറ്റേഴ്സിനകത്ത് വരുന്ന ഓരോന്നാണ്. അതിനകത്ത് സ്മൂത്തിങ് ഫിൽറ്റേഴ്സിനകത്ത് ഐഡിയ, ബട്ടർവർത്ത്, ഗാസിയൻ. ഷാർപ്പനിങ് ഫിൽറ്റേഴ്സിനകത്ത് ഐഡിയ, ബട്ടർവർത്ത്, ഗാസിയൻ, ലാപ്ലിക്കൻ, ഹൈ ബൂസ്റ്റ്. അടുത്ത ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ്. ഇനി വീണ്ടും ഈ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്. ഇനി എന്താണ് സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് എന്ന് ആർക്കെങ്കിലും പറയാമോ? സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് എന്താണ്? അപർണ, ഐശ്വര്യ പറയാവോ? നോയിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഇതാണ്?
ഏത് ഫിൽറ്റേഴ്സ് ആണ്? സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് ആണ് ലോ പാസ് ഫിൽറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവ് നോയിസ്. Transition and noise in the gray level contribute to a high frequency currents in an image. A low pass filters only pass a low frequency and block in the high one. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അവിടെ ലോ പാസ് എന്നുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്ക് വീഴാവുന്ന കാര്യമുള്ളൂ. ഇറ്റ് റിമൂവ്സ് നോയിസ് ബട്ട് പ്രോസസ് ഇൻട്രൊഡ്യൂസ് ബ്ലറിംഗ് ആസ് side effect in the image, the basic model of filtering. And the equation ഇവിടെ വരുന്നത് G of UV equal to H of UV into F of UV, where F of UV is a Fourier transformation of the filtered image, H of UV is the transfer function of the filter, and the G of V is the enhanced image. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇരിക്കണം. ഇനി അടുത്ത അതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞു അതിൻ്റെ അകത്ത് മൂന്ന് രീതിയിലുണ്ട്. Ideal LPF, Butterworth LPF, Gaussian LPF. അതിനകത്ത് ideal filters are sharp slope in transition band, whereas Gaussian filters are smooth slope in transitions. അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. Ideal filters as a sharp slope in transition band, whereas Gaussian filters are a smooth slope in transition. Butterworth filters has a parameter called the filter order, which controls the slope of the transmission bands. Higher value of filter order leads to a ideal. Low pass filters are detailed ആയിട്ട് പറയാണ്. അതിന്റെ ഓരോ ഇക്വേഷൻസും ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കാം. അപ്പം low pass filters remove all the frequencies above a certain frequency components D0. Ideal low pass filters is identified by the transition functions. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് പഠിക്കാം. D0 is a non-negative quantity specifying the frequency connected to return detail. It is also called the cutoff frequencies. Figure 6.A, 6.B is a plot of ideal LPF, and figure 6 is perceptive plot, and figure 6.D is a filter displayed as an image. അപ്പം ഇവിടെ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇതിനെ നമ്മൾ എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കോണം അതെങ്ങനെയായിരിക്കും അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നോക്കിയാൽ മതി, നമ്മൾ XY ഡയറക്ഷൻ അങ്ങനത്തെ ഒക്കെ ഇത് വെച്ചിട്ടായിരിക്കും അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിന്റെ പ്ലോട്ട് ഓഫ് ഐഡിയൽ LPF നമ്മൾ എല്ലാത്തിനെയും നമ്മൾ നേരെ പറഞ്ഞു അതിന്റെ ഒരു ഫ്രീക്വൻസി ഇതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിനെ XY ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് വരയ്ക്കുന്നത്. അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസ്പെക്റ്റീവ് പ്ലോട്ട് ഓഫ് ILPF. നമ്മൾ അതിനെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻസ് പോലെ നമ്മൾ അതിനെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് അതിന്റെ വാല്യൂസ് വരുന്നത്. ഐഡിയൽ LPF ഡിസ്പ്ലേസ് ആൻ ഇമേജ് വിത്ത് D0 ഈക്വൽ ടു 10. അപ്പം ആ ഒരു ഇതിന്റെ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. ചോയ്സ് ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ ഐഡിയൽ LPF-ലെ ഓരോന്നും വരുന്നതാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി D0 decides the amount of frequency component passed by the filter. Similar the variation. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അൽഗോരിതംസ് എന്നുള്ള ഒരു ചാപ്റ്റർ അൽഗോരിതംസ് എന്നുള്ള ഒരു ഇത് കാണിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ അതേപടി നിങ്ങൾ പഠിച്ചു വെച്ച് എക്സാമിന് എഴുതാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, അതിനെ കുറിച്ചുള്ള സ്പാഷ്യൽ ഫിൽറ്റേഴ്സ് ഏതൊക്കെയായിരുന്നെന്ന് പറയാമോ? ഏതൊക്കെയായിരുന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഏതൊക്കെ ഫിൽറ്റേഴ്സ് ഇതിനകത്ത് പറഞ്ഞു? നമ്മള് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഐശ്വര്യ പറഞ്ഞേ, ക്ലാസ്സിൽ ഉണ്ടോ നോക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോന്നുകൊണ്ട് നോക്കട്ടെ. ഐശ്വര്യ ക്ലാസ്സിലേ ഇല്ലേ? അപർണ
അപ്പം ഇതിനകത്ത് ചോയ്സ് ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ ദ ഐഡിയൽ LPF. The cutoff frequency D0 denote the amount of frequencies component passed by the filter. Similar in the values of D0 more than the number of frequency domains. ഇതിനകത്ത് ചോയ്സ് ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഞാൻ ഐഡിയൽ LPF എന്ന് പറയുമ്പോഴത്തേനും ദ കട്ട് ഓഫ് ഫ്രീക്വൻസി D0 ഡിസൈഡ് ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി components passed by the filter. Similar the values D0 more are the number of frequency components eliminated by the filter. In general, D0 is the chosen such that the most of the frequency components are passed while unnecessary components are eliminated. A set of standard cut-off frequencies is to compute circles having a certain percentage of total image power. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഇത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. ഇവിടെ നോക്കാൻ ഒരു ഒറിജിനൽ ഇമേജ്, അപ്പൊ ആ ഒറിജിനൽ ഇമേജിനകത്ത് നമ്മുടെ D0 അതിന്റെ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒറിജിനൽ ഇമേജ് പറഞ്ഞാൽ വളരെ ലൈറ്റായിരിക്കും. അപ്പൊ അതിനകത്ത് 30 ഇമേജ് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഔട്ട്പുട്ടിന്റെ എന്തായിരിക്കും എന്നുള്ളത്. കാരണം അതിന്റെ അകത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിന്റെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ഓഫ് LPF D0 ഈക്വൽ ടു 50 വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം. അപ്പം നമ്മൾ ഇതിനകത്ത് ഒറിജിനൽ ഇമേജിന്റെ ഒരു ഒറിജിനൽ ഇമേജ് അതിന്റെ ഒരു ഔട്ട്പുട്ടും ഒറിജിനൽ ഔട്ട്പുട്ട് ഓഫ് LPF വിത്ത് D0 30. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് LPF വിത്ത് D0 ഈക്വൽ ടു 80 വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എക്സ്റേ എടുക്കുമ്പോൾ നമുക്കത് അറിയാം. എക്സ്റേ എടുക്കുമ്പോൾ ഒരു പിക്ചറാണ് നമുക്ക് താഴെ കാണിക്കുന്നുണ്ട്, പല പല രീതിയിലുള്ള ഇതും. അപ്പൊ അവർക്ക് അതിന്റെ ഓരോന്നിന്റെ ആ ഫ്രീക്വൻസീസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എല്ലാത്തിനും നമ്മുടെ ഒരു ഒറിജിനൽ ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഓരോ ടെക്നിക്സ് ആണ്. ദ ബട്ടർബർത്ത് ഫിൽറ്റർ റീപ്ലേസ് ദ ഷാർപ്പ് കട്ട് ഓഫ് ഐഡിയൽ LPF ബൈ എ സ്മൂത്ത് കട്ട് ഓഫ്. അപ്പൊ നമുക്കറിയാം അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് അതിന്റെ ഒരു കട്ട് ഓഫ് നമുക്കറിയാം. നമ്മളൊരു കൈയുടെ എല്ലോ ഏതെങ്കിലും ബോണോ എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്ന അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ സ്റ്റെപ്സും ചെയ്യുന്നത്. ബട്ടർബർത്ത് ഫിൽറ്റർ റീപ്ലേസ് ദ ഷാർപ്പ് കട്ട് ഓഫ് ഐഡിയൽ LPF ബൈ എ സ്മൂത്ത് കട്ട് ഓഫ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് BLPF does not have a sharp transition between pass band and a stop band. It is more appropriate for the image smoothing and does not introduce ringing effect the low order filters. The transfer function of BLPF is അതിന്റെ അതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും ഇതിനകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർമേഷൻ മറ്റേതിന്റെ അകത്ത് എങ്ങനെയായിരിക്കണോ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ അതിന്റെ ഒരു പ്ലോട്ട് ചെയ്യുന്നിരിക്കുന്ന ഈ രീതിയിലായിരിക്കും അതിനെ പ്ലോട്ട് ചെയ്യുന്ന. ബട്ടർവർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലായിരിക്കും അതിനെ വരുന്നത്. പ്ലോട്ട് ഫോർ BLPF ട്രാൻസ്ഫർ അതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലോട്ട് ഫോർ അപ്പം BLPF പ്ലോട്ട് ഓഫ് BLPF എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഡിസ്പ്ലേഡ് ആസ് എ ഇമേജ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ചെറിയൊരു ഇമേജ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു ബട്ടർവർത്ത് LPF ഫംഗ്ഷന് വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ അതിനെ ഒരു എൻലാർജ് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ആക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ജസ്റ്റ് ഒരു ചെറിയൊരു ഡോട്ട്, ആ ഡോട്ടിനെ നമ്മൾ
ഏത് രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ദ ഫംഗ്ഷൻ BLPF does not have a sharp transition near the cutoff. For n equal to 1, the transition is very smooth. As the filter order increase, the transfer function approach towards ideal LPF. No ringing is visible on the image filtered by BLF n equal to 1. Noise is reduced and blurring is observed in all the images for n equal to 2. Ringing unnoticeable, but it can become more significant for a higher values of n. Figure 10 shows the increasing effect of ringing. അത് നമ്മൾ പറഞ്ഞു റിംഗിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൊടുക്കുന്ന ആ ഫ്രീക്വൻസീസ്, അപ്പം അതിന്റെ ഒരു ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ അകത്തിലേക്ക് കൊടുക്കുന്ന ആ ലൈറ്റ്നിങ് കണ്ടീഷൻസ് അനുസരിച്ച് അതിന്റെ അകത്ത് ഓരോന്നും അനുസരിച്ച് നമുക്ക് ആ ഇമേജിനെ ഏത് ലെവൽ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ലാസ്റ്റത്തെ ഇത് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇമേജിനെ ശരിക്കും ഒന്ന് വ്യൂ ചെയ്യാം. മറ്റേന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലോട്ട് പോലെ ആയിരിക്കും. നമ്മളിപ്പം ഏതെങ്കിലും ഒരു പിക്ചറിനെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്തായിരിക്കും എല്ലാം ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ എല്ലാം ചെയ്ത് വരുന്നതെങ്കിൽ നമുക്കതൊരു ക്ലിയർ ഇമേജ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കതിന്റെ ഇതിലേക്ക് നമുക്ക് അതിന്റെ ഡീറ്റെയിലിന് വേണ്ടി നമുക്ക് ഔട്ട്പുട്ട് പഠിക്കാൻ പറ്റും. ദ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദ ഇമേജ് ഓഫ് ദ വാല്യൂസ് D0 ആൻഡ് N ആർ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പം ആ ഒരു ഇതനുസരിച്ച് ഇവിടെ അതിന്റെ ഓരോന്നിന്റെയും ഇതിന്റെ D0യുടെ വാല്യൂസ് അനുസരിച്ച് അതിന്റെ പിക്ചറിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് Gaussian low-pass filters. Select better variant of low-pass filter. Gaussian low-pass filter to have a smooth is an advanced stop band. It does not introduce any ringing in output image. അപ്പം അതിനകത്ത് ഒരു സംഭവങ്ങളൊന്നും വരുന്നില്ല. അതിനകത്ത് ഒരു ഔട്ട്പുട്ടിലേക്ക് പോവാണ്. മറ്റേതെന്ന് പറഞ്ഞ ഇതിനകത്തുനിന്ന് നമുക്ക് ആ പലതനുസരിച്ച് ഓരോന്നിന്റെയും വാല്യൂസ് അനുസരിച്ച് ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു കേസ് വരുന്നില്ല. നമ്മൾ നേരെ അതിനകത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അല്ലെ ബെറ്റർ ഫിൽറ്റർ which have smooth transition between passband and stop band. It does not introduce any ringing in the output image. The transfer function Gaussian low-pass filter is given by Gaussian low-pass filters എന്താണ് ഒരു ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന 3 ഫിൽറ്റേഴ്സ് ആണ്. മെയിൻ ആയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊക്കെ രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്? ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞ ആരെങ്കിലും? ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ഫിൽറ്റേഴ്സ്? ആരെങ്കിലും പറയും? Okay. Types of frequency domain filters. അതൊക്കെയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിൽറ്റേഴ്സിന്റെ കേസിൽ ഈ ആയിട്ട് ചോദിക്കും. ഞാനിത് പറയുന്നത്.
നല്ല ഇടിയും മഴയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് കട്ടായി പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ്, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്, ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ്. സ്മൂത്തനിങ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ filters are low class filters and are used for a noise reduction. It blurs objects. അതിന്റെ ഒരു ബ്ലർ ആയിട്ടിരിക്കും. ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് are high pass filters and produce sharp images with a dark background. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് ഹോമോമോർഫിക് ഫിൽറ്റേഴ്സ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ടെക്നിക്സ് ആണ്. സ്മൂത്തനിങ് ഫിൽറ്റേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ഐഡിയൽ, ബട്ടർവർത്ത്, ഗാസിയൻ. ഷാർപ്പനിങ് ഫിൽറ്റേഴ്സിനകത്താണെങ്കിൽ ഐഡിയൽ, ബട്ടർവർത്ത്, ഗാസിയൻ, ലാപ്ലിക്കൻ ആൻഡ് ഹൈബ്യൂസ്. അപ്പം ഇത് നിങ്ങൾ ഓരോന്നിനെ കുറിച്ചും ആ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നിങ്ങൾ പറയുക. ആ രീതിയിൽ ഇതിനെ ചെയ്തെടുക്കുക. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇവിടുത്തെ കഴിച്ചാൽ മതി. ഗാസിയൻ ഫിൽറ്റേഴ്സിനകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ രീതിയിൽ ഇതിനകത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഇതിനകത്ത് 3 രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഐഡിയൽ ആണെങ്കിൽ എന്തായിരിക്കും? റെഡ്യൂസ് നോയിസ്. എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷന് ഏതാണ് ഐഡിയലിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർമേഷൻ? മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇക്വേഷൻ ഈ ഒരു ഇതാണ്, ഈ ഒരു ബോക്സിലുള്ളതാണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 3 രീതിയിലുണ്ട്. ഐഡിയൽ ഉണ്ട്, ബട്ടർബത്തർ ഉണ്ട്, ഗാസിനുണ്ട്. അതിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് HOUV. ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. ബട്ടർബത്തറിനകത്ത് വരുന്ന ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഗാസിനകത്ത് പഠിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3ഉം ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? റെഡ്യൂസ് നോയിസ് എന്ന് പറഞ്ഞിരുന്ന പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ബ്ലറിംഗ് റിംഗിങ് ഫോർ ഹൈ ഓർഡർ ഫിൽറ്റേഴ്സ്, ബ്ലറിംഗ് റിംഗിങ്. ലാസ്റ്റത്തെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലോ പാസ് ഫിൽറ്റേഴ്സ്. എന്തിനു വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ആണ് ഓട്ടോമാറ്റിക് ക്യാരക്ടർ recognition system is generally of a pure quality. Input may contain noise due to improper association system. There may be a gaps in the alphabet. Because of this problem, character recognition system holds to give a better result consistently. Hence, LPS is used a pre-processing step to blur the image. Blurring the used to bridge. ഇത് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ മെയിൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്സിങ്ങോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഏതെങ്കിലും ഇതിനകത്തൊക്കെ ഗ്യാപ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഒരു നമ്പർ ഓഫ് object in an image. The output on an object counting algorithm may give a wrong output because of poor quality of an input image. If there are small gaps in the boundary of object, automatic algorithm will not give a expected result. അപ്പം ഇതിനൊക്കെ ഒബ്ജക്റ്റ് കൗണ്ട് ഇതൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ള ഒബ്ജക്റ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ലോ പാസ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. Printing and publishing sharper masking is used in a publishing industry to sharpen image, where blurred version of an image is subtracted from the image itself to get a sharpened image. ഇനി കോസ്മെറ്റിക് പ്രോസസ്സ് ഇപ്പം കോസ്മെറ്റിക് എന്തൊക്കെയാണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും cosmetic process is another use of low pass filter to printing. Blurring is used to reduce the sharpness of the fine skin lines and the small blemishes of a human faces. അപ്പം ഇതിനകത്ത് നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കോസ്മെറ്റിക് ആയിട്ട് നമ്മുടെ സ്കിന്നിനോ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 രീതിയിൽ എങ്ങനെയായിരിക്കും ട്രാൻസ്ഫോം ചെയ്യുന്നത്. അടുത്ത അവിടെ ഒരു പിക്ചർ പ്രസന്റേഷൻ ആയിട്ട് നമ്മൾ കാണിച്ചതുപോലെ അതിൻ്റെ ഐഡിയല്, ബട്ടർബത്തർ, ഗാസിയന്. അപ്പൊ അടുത്തതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? സ്മൂത്തനിങ് അതിനകത്ത്, ഷാർപ്പനിങ് അതിനകത്താണ് വരുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങളൊന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഇമേജ് ഷാർപ്പനിങ് ഇൻ ഫ്രീക്വൻസി. ഇനി ഫോറിയർ ട്രാൻസ്ഫർമേഷൻ ഹൈ ഫ്രീക്വൻസീസ്
frequencies correspond to edge, sharp transition in a gray levels and noise. Low frequency current corresponding to uniform or slowly varying gray level values. ഇപ്പം ഇവന്റെ കേസിൽ in Fourier transformation of an image, high frequency content corresponding to edges. ഇത് high ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസീസ് അതിന്റെ എഡ്ജിലേക്ക് പാസ് ചെയ്യുന്ന എഡ്ജസ് ഷാർപ്പ് ട്രാൻസിഷൻ ഇൻ എ ഗ്രേ ലെവൽസ് ആൻഡ് നോയിസ്. ലോ ഫ്രീക്വൻസി കറസ്പോണ്ട് യൂണിഫോം ഓർ എ സ്ലോ വേരിങ് ഗ്രേ ലെവൽ വാല്യൂസ്. High pass filter is achieved by authenticating low frequencies components without disturbing high frequencies components. High pass filter can also be viewed as a reverse operation of a low pass filter. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹൈ പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ പാസ് ഫിൽറ്റർ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ മുമ്പേ പഠിച്ചതിന് നേരെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ വരുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പത്തേത് പോലെ തന്നെ ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ 2 കാര്യങ്ങളോട് കൂടിയതിനകത്ത് ഇതിനകത്ത് വരുന്ന ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ, ബട്ടർ വിത്ത് ഹൈ പാസ് ഫിൽറ്റർ, ഗാസിയൻ ലോ പാസ് ഗാസിയൻ ഹൈ പാസ് ഫിൽറ്റർ. അപ്പൊ ഞാനത് പറയുന്നില്ല, കാരണം അതിനകത്ത് മറ്റേതുപോലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓരോ ഇക്വേഷൻസ് നമ്മളൊന്ന് നോക്കി വെക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഒരു ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട്, അവസാനം നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ബട്ടർ വിത്ത് ഹൈ പാസ് ഫിൽറ്റർ, ഇതിനകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമുക്കൊരു വാല്യൂസ് എങ്ങനെയായിരിക്കും കിട്ടാൻ. അടുത്തത് ഗ്ലാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മളോട് മുമ്പത്തേത് പോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇതിനുണ്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പൊ ഈ ടേബിളിൽ പറയാൻ ലെറ്റ് കമ്പയർ ദീസ് ഹൈ പാസ് ഫിൽറ്റേഴ്സ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്റേഴ്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷന് ഐഡിയൽ. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു ഐഡിയൽ ഉണ്ട്, ബട്ടർവർത്ത് ഉണ്ട്, ഗാസിയൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് 3-നകത്തെ ഈ ഒരു ഇക്വേഷൻസ് പഠിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജ് എൻഹാൻസ്മെന്റ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എഡ്ജ് എൻഹാൻസ്മെന്റ്. നമ്മളിപ്പോ ആ ഒരു മോളിത്തെ ഒരു പിക്ചർ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിന്റെ പിക്ചർ കാണാൻ തന്നെ അറിയാം. നമുക്ക് ഒരു ഇമേജ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ സോറി, നല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയ്ക്ക് ആരൊക്കെയോ കട്ടായി പോകുന്ന പോലെ തന്നെയാണ് എന്റെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്യും. അതുവരെ എന്നോടൊന്ന് സഹായിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു അതിന്റെ ഇത് മുമ്പത്തേപോലെ തന്നെ നമുക്ക് ഇതിനകത്തുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജ് എൻഹാൻസ്മെന്റ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരു എക്സ്റേയിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ എന്തായിരിക്കും, എക്സ്റേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ബോണിന്റെ ഒക്കെയാണ് എടുക്കുന്നെങ്കിൽ ആ ബോണിന്റെ എഡ്ജസ് അങ്ങനത്തെ
അതാണ് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പ്രോബ്ലംസ് പറഞ്ഞാൽ ആദ്യത്തെ റിംഗിങ് ഉണ്ട്, മറ്റേ നോ റിംഗിങ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇമേജ് ഡിഗ്രീഡിയേഷൻ. ഇമേജ് ഡിഗ്രീഡിയേഷൻ ഞാൻ എന്താണെന്നാ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആരെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇമേജ് ഡിഗ്രീഡിയേഷൻ എന്താണ്? പറഞ്ഞതാണ്. നമ്മൾ ആദ്യത്തെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇമേജ് ഡിഗ്രീഡിയേഷൻ എന്താണെന്ന് പറഞ്ഞതാണ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുവോ? എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ആരും മിണ്ടില്ല. ആർക്കെങ്കിലും ഒരു റെസ്പോൺസ്? ഇത് ആരും ഇല്ലേ? ക്ലാസ്സിൽ ആരും ഇല്ലേ? അതോ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓവറോൾ അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഓക്കെ ഓവറോൾ അവർ ഒബ്ജക്റ്റ് ഈസ് ടു ഇംപ്രൂവ് ഇമേജ്. നമ്മൾ മെയിൻ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാം ഇമേജിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യണ്ടേ. ഫോർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇമേജ് ഡിഗ്രാഡേഷൻ ഇഫ് ആൻഡ് ടു റിമൂവ് ഇറ്റ്. ഡിഗ്രാഡേഷൻ ആർ ഓഫ് ദീസ് ടൈപ്സ്. എന്തൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്? നോയിസ്, ബ്ലറർ, ആർട്ടിഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ലെറ്റസ് ഡിഫൈൻ ദീസ് വൺ ബൈ വൺ. നമ്മൾ ഇതിനകത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കുന്നതാണ് അതിനായിട്ട്. നോയിസ് ഈസ് എ disturbance that causes a fluctuation in a pixel values. Pixel values show a random variation and can cause very disturbance effects on the image. The suitable strategies should be designed to a model and remove or reduce noise. Original image is shown and noise with the add Gaussian noise. അപ്പൊ അതിനകത്തോട്ടൊരു നോയിസി ആയിട്ടുള്ള ഇമേജസ് ആണ് നിങ്ങൾ നോക്കിക്കേ. ഒറിജിനൽ ഇമേജ് ഇത്. അതിൻ്റെ അകത്തുള്ള നോയ്സി ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പണ്ട് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് അതിൻ്റെ അകത്തൊരു കുറെ ഗ്രേസ് ഒക്കെ വന്ന് നമുക്ക് ആകെ ഒരു ഇതാകുന്ന. അപ്പൊ ആ രീതിയിൽ വരുന്നതാണ് ആ നോയ്സ് ഇമേജ്. അത് എന്താണ് ചെയ്യുന്നത്? ബ്ലർ ഈസ് എ ഡിഗ്രേഡിയേഷൻ ദാറ്റ് മേക്സ് ഇമേജ് ലെസ് ക്ലിയർ. ദിസ് മേക്ക് ഇമേജ് അനാലിസിസ് ആൻഡ് interpretation very difficult. Motion blur is very common cause of blurring, where blur caused due to the movement of object of camera. ഇപ്പൊ ഒരു ബ്ലർ ഒക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ ഒന്ന് വിറയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷെയ്ക്ക് ആവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഉള്ള ഒറിജിനൽ ഇമേജ് ഇതാണ്, അതിന്റെ ഒരു ബ്ലർ ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ അടുത്തതായിരിക്കും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊന്നൊരു ഷെയ്ക്ക് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട ഇമേജിന് ഒരു ഇത് വരുന്നുണ്ട്. ഇനി ആർട്ടിഫാക്ട്സ് അവരുടെ distortions are extreme intensity or a color fluctuation that might make a image meaningless. Distortion involve geometric transformation such as a transition, rotation and a change in scale. അപ്പൊ നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത് വെച്ചാൽ എന്തിനേലും റൊട്ടേറ്റ് ചെയ്യുവോ അന്നേരം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇരിക്കുന്നത്. The question arises that we can what are the sources which contribute to the image degradation? Image degradation എന്ന് പറയുന്നതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സെൻസർ ഡിസ്റ്റോറേഷൻ ഇൻവോൾവ്സ് കോൺഡലൈസേഷൻ, സാമ്പിളിങ്, സെൻസർ നോയിസ്, സ്പെക്ചർ സെൻസിറ്റിവിറ്റി, skin non-linearity or sensoriness. Optical disturbance are a geometric distortion, blurring due to camera misfocus. പിന്നെ അടുത്തത് ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ ഡിസ്റ്റോർഷൻ ആണ് ഹൈസ്, troubleness, etc. Other disturbance, low illumination, relative motion between an object and a camera. ഇപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇവിടുത്തെ ഒരാള് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ലെൻസിൽ കൂടെ ഒരു ക്യാമറ വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെയാണെങ്കിൽ ലൈറ്റിന്റെ ഡിസ്റ്റർബൻസ് കൊണ്ട് ഉണ്ടാക്കാം. അതിനകത്ത് സെൻസർ ഡിസ്റ്റോർഷൻ, അതിന്റെ ആ ഒരു സെൻസറിന്റെ അകത്ത് എന്തെങ്കിലും ഒരു നോയിസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കിട്ടുന്ന ഇമേജസിന് ഒരു ഡിസ്റ്റർബൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ
ടിപ്പിക്കൽ ഏതൊക്കെയാണ് ഇവിടെ വരുന്നിരിക്കുന്ന degradation source എന്ന് പറയുന്നത്. This process that are used to remove degradation are mainly image enhancement and image restoration. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സംഭവത്തിനെയൊക്കെ റിമൂവ് ചെയ്ത് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് എന്തായിരിക്കും അതിന്റെ ഇമേജിന്റെ ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഡിഗ്രി ക്യാൻ ബി കൺസിഡർ ആസ് എ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. ടേബിൾ 2 ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഹാൻസ്മെന്റ് ആൻഡ് റീസ്റ്റോറേഷൻസ്. ഇനി എൻഹാൻസ്മെന്റും റീസ്റ്റോറേഷനും തമ്മിലുള്ള ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇറ്റ് ഗിവ്സ് എ ബെറ്റർ വിഷ്വൽ റെപ്രസെന്റേഷൻ. നമ്മൾ പറഞ്ഞു എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒതുക്കുന്നത്. നോ മോഡൽ റിക്വയർഡ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പ്രോസസ്. Contrast setting, histogram, equalization, etc. Some enhancement techniques. Restoration എന്ന് പറയുമ്പോൾ it remove effects of sensing environment. Mathematical model of degradation. It is an objective process. Inverse filtering, linear filtering, denoising are some restoration techniques. Image degradation and restoration model. അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതും സാധാരണ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു സംഭവം തന്നെ നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കൺസിഡർ ദ ബ്ലോക്ക് ഡയഗ്രാം ഗിവൻ ബിലോ ഷോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡിഗ്രിഡേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ മോഡൽ. ഡിഗ്രിഡേഷൻ ഫംഗ്ഷൻ h of xy and noise n of xy operate an input image f of xy generate a degraded and noisy image. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആള് ഇൻപുട്ട് ഇമേജ് കൊടുക്കുവാണെങ്കിൽ അതെന്തായിരിക്കും അവിടെ ചെയ്യുന്ന, അതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ്, ഡിഗ്രിഡേഷൻ ഏതൊക്കെയാണ്, അതിന്റെ റീസ്റ്റോറേഷൻ എന്തിരിക്കുന്നത്. ഡിഗ്രിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സുകളൊക്കെ അവിടെ ഡിറ്റക്ട് ചെയ്യുന്ന, അവിടെ ആ ഒരു ഇമേജിന് ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ അവനെ എഴുതുന്നു അതിന് നോയിസ് ഉണ്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഓരോന്നും എന്നതാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഇതാണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ട് അതിന്റെ ഡിഗ്രിഡേഷൻ മോഡല് എങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും. ഒരു ഫ്ലവർ ആണെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പിലേക്ക് കൂടെ പോയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നോയിസി മോഡൽസ്. Major source of noise in a digital image is during image acquisition. Non-ideal image sensors and the poor quality of sensing element contribute to a majority of noise. മെയിൻ ആയിട്ട് എന്തായിരിക്കും ഒരു നോയിസിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും മിക്കവാറും ഇമേജസിനൊക്കെ. എൻവയൺമെന്റ് ഫാക്ടേഴ്സ് അത് ഏതൊക്കെയായിരിക്കും ആ നോയിസ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ തന്നെ. എൻവയൺമെന്റ് ഫാക്ടേഴ്സ് such as light condition, temperature of atmosphere, humidity, other atmospheric disturbance also account of a noise in the images. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഏതൊക്കെയായിരിക്കും അറ്റ്മോസ്ഫിയറിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ട്രാൻസിഷൻ ഓഫ് ഇമേജ് ഈസ് ഓൾസോ എ source of noise. Images are corrupted with noise because of interference in the channel, lightning and other disturbance in a wireless network. Human interface also plays a part in the addition of noise in an image. അപ്പം അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് നോയിസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിലുണ്ട്. സ്പാഷ്യൽ ആൻഡ് frequency. Characteristics of noise are also follows. Noise is assumed to be a white noise. White noise, it could contain all possible frequency components. As such, a Fourier spectrum of noise is called. Noise is assumed to be independent in the spatial domain. Noise is uncorrelated argument with the image. There is no correlation between pixel values of the image and the values of the noise component. എന്നുള്ളതാണ്. ഇനി അടുത്ത റീസ്റ്റോറേഷൻ ടെക്നിക്സ്. റീസ്റ്റോറേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനാണ് നമ്മൾ പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു റീസ്റ്റോറേഷൻ, വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് റീസ്റ്റോറേഷൻ ടെക്നിക്സ്? ആരെന്നും പറഞ്ഞേ. നോയ്സ് മൂലം
ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇമേജ് റീസ്റ്റോർ ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് നോയിസ് ആയിട്ടുള്ള ഇതിനെയൊക്കെ നമ്മള് എല്ലാത്തിനും അതിന്റെയൊക്കെ ഇതിനെല്ലാം മാറ്റിയിട്ട് നമ്മൾ അതിനെ റീസ്റ്റോർ ചെയ്യുന്നതിനാണ് റിസ്റ്റോറേഷൻ വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ നമ്മള് ഇത് പറയാണ് ഗാസിയൻ നോയിസ്. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ അതുകൊണ്ട് താഴോട്ട് വരികയാണ്. ഇനിയിപ്പോ നമ്മൾ കണ്ടു ഇതിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഒറിജിനൽ ഇമേജ് എന്തായിരിക്കും? അതിന്റെ ഗാസിയൻ നോയിസ് നമ്മൾ നേരത്തെ ഒരു ഇതിനകത്ത് പറഞ്ഞത് തന്നെയാണ്. ഇമേജ് വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതായിരിക്കും? പല ഡോട്ടുകളും ഇതും ഒക്കെ വരുന്ന ഒരു ഇതാണ് വരുന്നത്. അപ്പം ഇമേജ് വിത്ത് ഒരു നോയിസ് ആയിട്ടുള്ള എന്തായിരിക്കും? കണ്ടോ ഇവിടുത്തെ പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പീരിയോഡിക് നോയിസ് ഈസ് എ സ്പാർഷ്യലി ഡിപ്പെൻഡന്റ് നോയിസ്. അതായത് മൊത്തം ആ ഒരു ഇമേജിനെ മൊത്തം ഒരു ബ്ലറർ ആയിട്ടിരിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ് ഇരിക്കുന്നത്. റീസ്റ്റോറേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് നോയിസ് ഓൺലി സ്പാർഷ്യൽ ഫിൽറ്ററിങ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഇനി താഴോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയുള്ള ഓരോ ഇക്വേഷൻസ്, എനർജി ഈസ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആൻഡ് ഡിഗ്രേഷൻ ഈസ് ഓൺലി ഡ്യൂ ടു എ അഡിറ്റീവ് നോയിസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇത് പഠിച്ചതാണ്. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ, ജി ഓഫ് യു വി ഈക്വൽ ടു എഫ് ഓഫ് യു വി പ്ലസ് എൻ ഓഫ് യു വി. ഇത് മുകളിൽ അതിനെ ഓരോന്നും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആസ് നോയിസ് ഈസ് അൺനോൺ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു g of xy minus n of xy is not realistic. Thus, partial filtering is used when additive random noise is present. Mean and median filters are used to noise removal. ഇത് മീന് മീഡിയന് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇന്നലത്തെ മിനിയാണത്തെ ഒക്കെ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചാണ് മീന് നോയിസ്. അപ്പൊ മീൻ ആൻഡ് നോയിസ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ നോയിസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. നമുക്കൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജിനകത്ത് നമുക്കറിയാം അതിനകത്ത് ഒരു നോയിസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, പക്ഷെ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് മീൻ ഫിൽറ്റേഴ്സും അല്ലെങ്കിൽ മീഡിയൻ ഫിൽറ്റേഴ്സും. ഇനി അടുത്ത അതിനകത്ത് മീൻ ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നിരിക്കുന്ന സ്പാർഷ്യൽ സ്മൂത്തനിങ് കൺസെപ്റ്റ് ആസ് എക്സ്പ്ലെയിൻഡ് ഇൻ എർലിയർ യൂണിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, 4ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് നമ്മളിത് പറഞ്ഞിരിക്കുകയാണ്. ഓഫ് ദീസ് കോഴ്സ് നൗ കൺസിഡർ ഫിഗർ 34 എച്ച് ഓഫ് എക്സ് വൈ ആൻഡ് സം ഇമേജ് വിൻഡോ ഓഫ് സൈസ് എമൗണ്ട് ഇൻ സെന്റർ അറ്റ് എക്സ് വൈ. ഫിഗർ 35 ഷോസ് 3x3 and 5 is image. Mean filter compared average values of the corrupted image. അപ്പം അതിന്റെ 3x3 വരുന്നത് എങ്ങനെയായിരിക്കും? 5x5 വരുന്നതായിരിക്കും. നമുക്ക് ഒരു മൊത്തത്തിലുള്ളതിന്റെ കാണിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് മെയിൻ ഫിൽറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? 30 മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഇത് കാണുക, ജി ഓഫ് എസ് ടി ഈക്വൽ ടു 19. അപ്പൊ അവിടെ നോക്കിയാൽ 30 + 10 + 20 + 10 + 250 + 25 + 20 + 25 + 30. അപ്പൊ നമ്മൾ അതിനെ ഇതിലേക്ക് എടുക്കുകയാണ്. അതിനെ മൊത്തത്തില് ഒന്ന് കൂട്ടിയിട്ട് അതിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 19 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. 1/m ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ കണ്ടുപിടിക്കുന്നതിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് വൈ ഇൻ ദി ഏരിയ ഓഫ് ദിസ് ഫിഗർ 35 ഷോസ് 3x3 and 5x5 are the image. Mean filter computes average values of the corrected image G of xy in the area defined by SYM. By f of xy equal to 1/min into sum of g of xt എന്നാണ് ഇവിടെ ഇക്വേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജി ഓഫ് എസ് ടി എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു വാല്യൂസ് തന്നിട്ടുണ്ട്, 19 എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അത് ഈക്വൽ ടു എന്തായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം
അതിന്റെ ഒരു ഏകദേശം ഒരു ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി let us apply in the following example. Show effect of 3x3 mean filter on a simple image in a figure 37A and figure 36A B. As explained in a unit 4, a 3x3 mean filter is overlapped with the image and output is ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് അത് ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ശ്രുതി എന്താണെന്ന് മനസ്സിലായതല്ലേ, മീൻ ഫിൽറ്ററും മീഡിയനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞതല്ലേ, ശ്രുതിക്ക് മനസ്സിലായതല്ലേ. ശ്രുതി ആ ക്ലാസ്സിൽ ഉള്ളതായിട്ടാണ് എന്റെ ഓർമ്മ. ശ്രുതിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫോർത്ത് ചാപ്റ്ററിലെ മീൻ ഫിൽറ്റർ ശ്രുതി റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ഇത് പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അപ്പം ശ്രുതി ഇപ്പോഴും നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഫോർത്ത് ചാപ്റ്ററിലെ. ഞാൻ വീണ്ടും ഒന്നുകൂടെ വന്ന് റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഞാൻ മറ്റേത് നമ്മൾ മീൻ ഫിൽറ്റർ എന്താന്ന് പറയാ, ഇത് ഈ ഒരു ഐഡിയ കിട്ടാതെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പുറകോട്ട് വന്ന് ഒന്നുകൂടെ പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇരിക്കുന്ന കുട്ടികളെ വേണ്ടിയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ആന്റോൺ ശ്രദ്ധിക്കുന്നുണ്ടോ? ആന്റോൺ എന്നല്ലേ പേര്? ആന്റോണിന് കാണുന്നുണ്ടോ? കേൾക്കാം. ആന്റോൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നുണ്ട് അപ്ലൈ ഗിവൻ 3x3 മാസ്ക് W ഓൺ ദ ഫോളോയിങ് ഇമേജ് എഫ് ഓഫ് XY. അപ്പൊ നമ്മൾ ഇതിന്റെ മീൻ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഇതാണ് നമ്മളിവിടെ വരുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മീൻ ഫിൽറ്റർ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3x3 ഫിൽറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ 3x3 ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അതിന്റെ വാല്യൂസ് 3x3 9. അപ്പം 1/9 ഇൻറ്റു ഏത് വാല്യൂസ് ആണ് അതിനെ എല്ലാത്തിനെയും നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3x3 മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഏതായിരിക്കും? ഏതൊക്കെയായിരിക്കും? 5, 1, 2, 4, 4, 7, 2, 6, 20. ക്ലിയർ ആയോ? ഏതായിരിക്കും 3x3 മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 5, 1, 2, 4, 4, 7, 2, 6, 20. ക്ലിയർ ആയോ? അപ്പൊ മനസ്സിലായോ ഏത് മെമ്പേഴ്സ് എടുക്കുന്നത്? ആന്റോണിന് കിട്ടിയോ? ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇവിടെ കണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്യുന്നതിനല്ല 19 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 1, 1 ഇൻറ്റു 1, 2 ഇൻറ്റു 1, 4 ഇൻറ്റു 1, 4 ഇൻറ്റു 1, 7 ഇൻറ്റു 1, 2 ഇൻറ്റു 1, 6 ഇൻറ്റു 1,
പ്ലസ് 20 into 1 ആ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ഒരു മീൻ, അതിന്റെ സെന്ററിൽ വരുന്നത് ഒരു വാല്യൂസ് കിട്ടും. നമുക്ക് അതിന്റെ അകത്ത് ഒരു മീൻ വാല്യൂ, സെന്ററിൽ വരുന്ന ഒരു വാല്യൂസിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു 5 എന്നൊരു വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, എടുക്കും. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു സ്റ്റെപ്പ് എടുക്കും. 1 2 6 4 7 5 6 20 6. അപ്പൊ അവിടെ നോക്കി അതിന്റെ ഒരു മീൻ എന്ന് പറയുമ്പോൾ സെന്ററിൽ വരുന്ന ഒരു വാല്യൂസ് എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. നമ്മൾ വീണ്ടും അതുപോലെ തന്നെ 19 into ഇങ്ങനെ എടുക്കും. അവിടെ കിട്ടുന്ന വാല്യൂ 6. അടുത്തതിന്റെ അത് നമ്മൾ ചെയ്തെടുക്കും. അടുത്തതിന് കിട്ടുന്ന വാല്യൂസ് 8. അടുത്തത് അങ്ങനെ ഓരോന്നായിട്ട്. അപ്പൊ അടുത്തത് ഏതായിരിക്കും? അടുത്തെന്ന് പറയുമ്പോൾ ഇത് 1 2 6 4 7 5 6 26. അടുത്ത കേസ് വരുമ്പോ ഏതായിരിക്കും? 2 6 7 7 5 8 26 7. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് എടുക്കും. ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന അവസാന സെന്ററിലെ വാല്യൂസ് അല്ലേ, നമുക്കിപ്പോ നോക്കിയാലേ 5 1 2 4 4 7 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന സെന്ററിലെ വാല്യൂസാ. അപ്പൊ നമ്മൾ അവിടെ എഴുതും. അതിൻ്റെ അകത്ത് ഇതുണ്ട്, കിട്ടിയിരിക്കുന്ന വാല്യൂസ് എഴുതിയിരിക്കുന്നത് GF 5 6 8 5 6 7 4 5 6. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 5 6 7 4 5 6 ഇതുണ്ട് 4 5 6. ആദ്യത്തെ നമുക്ക് കിട്ടിയത് 6. ആദ്യത്തേന് നമുക്ക് കിട്ടിയത് 5 5 6 8. ആദ്യത്തെ ഒരു റോ കിട്ടിയിരിക്കുന്നത് 5 6 7 4 5 6. അത് 3 into 3 മാസ്ക് നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് വന്നിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ആ ബാക്കിയുള്ളതിനെല്ലാം ഇതാക്കി മാറ്റിയിട്ട് നമ്മൾ ആ സെന്റേർഡ് ആയിട്ടുള്ള വാല്യൂസ്, മീൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആന്റോണിന് പിടികിട്ടിയോ സംഭവം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 into 3 വെച്ചിട്ട് ഓരോ മീക്കോടെയും പോയിട്ട് അതിന്റെ ആവറേജ് എടുക്കില്ലേ ചെയ്യുന്നത്? ആവറേജ് എടുക്കുക. എന്നിട്ട് ആവറേജ് എടുത്തിട്ട് നമ്മൾ അതിനെ നമ്മൾ ഈ രീതിയിൽ ഔട്ട്പുട്ടിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നോയിസ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാം ചെയ്ത് നമുക്ക് അവസാനം ഉള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവമാണ് നമ്മൾ നമ്മൾ അതിന്റെ ഒരു ടച്ചപ്പ് പോലെ പറഞ്ഞു പോകുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. 4th ചാപ്റ്റർ പഠിച്ചത്, അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വീണ്ടും ബ്ലോക്ക് 2ലേക്ക് വരാം. അപ്പൊ ആ മീഡിയൻ ഫിൽറ്റേഴ്സ് ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മീഡിയൻ ഫിൽറ്റേഴ്സ് നമ്മൾ അത് ഉപയോഗിച്ചു. അല്ലാതെ പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ മറ്റേതിനകത്ത് മീൻ എങ്ങനെ കണ്ടുപിടിച്ചോ അടുത്തതിനകത്ത് വേറെ ഒരു വരയ്ക്കുന്നതാണ്. ഇതും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ മീഡിയൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും 30 10 20 10 25 20 250 25 225 90. അപ്പൊ ഇതിനകത്ത് മീനും മീഡിയവും നമ്മളോട് പറഞ്ഞു. അപ്പൊ മീൻ ഫിൽറ്റേഴ്സ് നമ്മൾ മുമ്പത്തേത് പറഞ്ഞു. ഇനി അടുത്തത് മീഡിയൻ ഫിൽറ്റേഴ്സ്. മീഡിയൻ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്നാ ശരിക്കും ചെയ്യുന്നത്? ഇതിനെ വീണ്ടും നമ്മൾ ഒരു 3 റോയും 3 കോളം ഉള്ളതിന് നമ്മൾ എന്തായിരിക്കും ഒറ്റ കോളം ആയിട്ട് ഇട്ടു. അതായത് കണ്ടോ, മീനിന്റെ തന്നെ ഇപ്പൊ കാണിക്കണേ സ്ക്രീനിൽ. സ്ക്രീനിന്റെ മീനിൽ തന്നെയാണ് വരുന്നേ. ബ്ലോക്ക് 2 അല്ലേ വരുന്നേ? ബ്ലോക്ക് 1 ശരി. അപ്പൊ നമ്മള് മീൻ ഫിൽറ്റേഴ്സ് നമ്മൾ അങ്ങനെ മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു, മുമ്പേ പറഞ്ഞില്ലേ? ആ ഒരു സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആ രീതിയിൽ ഔട്ട്പുട്ട് ഫിൽറ്റർ കണ്ടുപിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാപ്റ്ററിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ മീഡിയൻ ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്കിവിടെ പറയും മീഡിയൻ ഫിൽറ്റർ റിപ്ലേസ് ദ പിക്സൽ ബൈ ദ മീഡിയൻ ഓഫ് ദ പിക്സൽ വാല്യൂസ് ഓഫ് ദ നെയ്ബർഹുഡ് ഓഫ് ദ സെൻട്രൽ പിക്സൽ ഓഫ് എക്സ് ബൈ ഫിൽറ്റേർഡ് ഇമേജസ് ഗിവൺ. അതിനുള്ള ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂസ് തന്നിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 10 20. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ ഒരു സ്റ്റെപ്പ് മറ്റേ ഒരു ഇതിനകത്തായിരിക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന് തൊട്ട് മുമ്പായിട്ട് എഴുതരും 30 10 20 250 25. അതേ രീതിയിൽ അതേ ഒറ്റ കോളം എഴുതി വെക്കും. മനസ്സിലായോ? ഇതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഒരു കോളം കൂടെ വെക്കുക.
സോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന 30, 10, 20 ഒറ്റ കോളാണ്. താഴോട്ട് ഞാൻ എഴുതുവാണ് 30, 10, 20, 10 to 50, 25, 25, 20, 25, 30. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് സോർട്ട് ചെയ്തെഴുതും. ക്ലിയർ ആയോ? ഇവരിതിനെ സോർട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നു. സോർട്ട് ചെയ്യാതെ ആദ്യം ഒന്ന് എഴുതും. ആന്റോണിനെ പിടികിട്ടിയോ? സോർട്ട് ചെയ്തിട്ട് important ആണ്. എഴുതിയിട്ട് നടുക്കുള്ളത് എടുക്കും, അങ്ങനെയാണോ? ഇതിവിടെ സോർട്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോർട്ട് ചെയ്യാതെ ഒന്ന് എഴുതുക. ക്ലിയർ ആയോ? ആദ്യം സോർട്ട് ചെയ്യാതെ എഴുതുക, എന്നിട്ട് സോർട്ട് ചെയ്തൂടെ എഴുതുക. അപ്പം സോർട്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിന്റെ ഇത് കണ്ട മീഡിയംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും, വീണ്ടും സോർട്ട് ചെയ്തുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്നുണ്ടോ 10, 10, 20, 20,